നാളെ 2025 ജൂൺ മാസം 30-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യാനായി മറക്കാതിരിക്കുക. ഒന്നാമത്തെ അറിയിപ്പ്, കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലയിൽ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അടുത്തൊരു അറിയിപ്പ്, ഇടുക്കി ജലസംഭരണിയിലേക്ക് നീരൊഴുക്ക് ശക്തമായതോടെ അണക്കെട്ടിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. ഇന്ന് രാവിലെ 11-ന് ശേഖരിച്ച കണക്ക് പ്രകാരം അണക്കെട്ടിലെ ജലനിരപ്പ് 2362.62 അടിയിലെത്തി. ജലനിരപ്പ് 2.3 അടി കൂടി ഉയർന്നാൽ ബ്ലൂ അലർട്ട് മുന്നറിയിപ്പ് നൽകും. നിലവിൽ 829.36 ഘനയടി ജലമാണ് സംഭരണിയിലുള്ളത്. മൊത്തം സംഭരണശേഷിയുടെ 56.83%. 1459.49 ഘനയടി വെള്ളമാണ് അണക്കെട്ടിലെ ആകെ സംഭരണശേഷി. മറ്റൊരു അറിയിപ്പ്, ബാണാസുര സാഗർ ഡാമിലെ 3-ാം നമ്പർ സ്പിൽവേ ഷട്ടർ ഇന്ന് രാവിലെ 10:30-ന് ഉയർത്തി. ഡാമിന്റെ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കിവിടും. അതിനാൽ പുഴയുടെ തീരങ്ങളിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ അറിയിച്ചു. അടുത്തൊരു അറിയിപ്പ്, 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ KSRTCയിൽ സൗജന്യ യാത്ര. ഒരു മാസം പരമാവധി 25 തവണയാണ് സൗജന്യ യാത്ര അനുവദിക്കുക. നേരത്തെ കൺസെഷൻ കാർഡ് നൽകിയിരുന്നു. അതിന് 150 രൂപയായിരുന്നു ചാർജ്. ഇതിന് ചാർജ് ഉണ്ടാവില്ല എന്നു മാത്രമല്ല, ചിപ്പുള്ള കാർഡാണ് ഇത്തവണ നൽകുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു റൂട്ട് മാത്രമാണ് അനുവദിക്കുക. ഒന്നിലധികം ബസ് മാറി കയറിയിട്ടാണ് സ്കൂളിൽ എത്തുന്നതെങ്കിൽ മുഴുവൻ റൂട്ടിലേക്കാണ് കാർഡിൽ പ്രോഗ്രാം ചെയ്തു നൽകുക. അടുത്തൊരു അറിയിപ്പ്, ഈ മാസം 25 മുതൽ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചുവെങ്കിലും പല അക്ഷയ കേന്ദ്രങ്ങളിലും ഇനിയും മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടില്ല. അതിന് കാരണം ഇതുവരെ ഉപയോഗിച്ചിരുന്നത് L സീരീസിൽ വരുന്ന ഉപകരണങ്ങളിലായിരുന്നു ബയോമെട്രിക് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സർക്കാരിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് L1 സീരീസിലുള്ള ബയോമെട്രിക് ഉപകരണങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇത് എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും ലഭ്യമല്ല എന്നതാണ് മസ്റ്ററിംഗ് തടസ്സപ്പെടാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗിനായി പോകുന്നവർ നിങ്ങൾ പോകുന്ന അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. 2025 ജനുവരി 1-ന് ശേഷം പെൻഷൻ പുതുതായി പാസ്സായിട്ടുള്ളവർ ഒഴികെ എല്ലാ പെൻഷൻ ഉപയോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യൽ നിർബന്ധമാണ്. ഇതിനായി ഇപ്പോൾ അനുവദിച്ച സമയം ഓഗസ്റ്റ് 24 വരെയാണ്. അടുത്തൊരു അറിയിപ്പ്, കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ച മണ്ണെണ്ണ ഏറ്റെടുത്ത് വിതരണം ചെയ്യാത്ത റേഷൻ വ്യാപാരികൾക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകി ഭക്ഷ്യവകുപ്പ്. മൊത്ത വ്യാപാര ഡിപ്പോകളിൽ നിന്ന് മണ്ണെണ്ണ ഏറ്റെടുക്കാൻ ചില റേഷൻ വ്യാപാരികൾ തയ്യാറാകുന്നില്ലെന്ന ജില്ലാ സപ്ലൈ ഓഫീസർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാരികളുടെ കട സസ്പെൻഡ് ചെയ്യാനും ലൈസൻസ് റദ്ദ് ചെയ്യുന്നതടക്കം നടപടികൾ സ്വീകരിക്കാനും റേഷനിംഗ് കൺട്രോളർ നിർദ്ദേശം നൽകിയത്. ഈ മാസം 21 മുതൽ റേഷൻ മണ്ണെണ്ണ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും നിലവിലുള്ള 13,989 റേഷൻ കടകളിൽ 700-ൽ താഴെ കടകളിൽ മാത്രമാണ് മണ്ണെണ്ണ വിതരണത്തിനായി എത്തിയിട്ടുള്ളൂ. അടുത്തൊരു അറിയിപ്പ്, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ അടുത്ത വർഷം മുതൽ നിർമ്മിക്കുന്ന എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനം നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കരട് വിജ്ഞാപനം കേന്ദ്ര ഗതാഗത മന്ത്രാലയം പുറത്തിറക്കി. ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 2 ഹെൽമറ്റുകളും വാഹന നിർമ്മാതാക്കൾ നൽകണമെന്നും ജൂൺ 23-ന് പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ പറയുന്നു. കരട് വിജ്ഞാപനത്തിൽ പൊതുജനാഭിപ്രായത്തിനു ശേഷം നിയമമാക്കും. വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി.